1194 ജർമ്മനിയിലെ ഓക്സ്ബർഗിലെ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ആ സ്ത്രീ. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ തന്നെ ദൈവത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു ആ സ്ത്രീയുടേത്. അന്നേ ദിവസം വൈദികനിൽ നിന്നും സ്വീകരിച്ച വിശുദ്ധ കുർബാന ആരും കാണാതെ അവളൊരു തുവാലയിൽ പൊതിഞ്ഞെടുത്തു. വീട്ടിലുള്ള മെഴുകുകൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൽ അവൾ ആ ദിവ്യകാരുണ്യം സൂക്ഷിച്ചു വെച്ചു. ദേവാലയങ്ങൾ വളരെ കുറവായിരുന്നു അക്കാലത്ത് ഓക്സ്ബർഗിൽ. ദിവ്യകാരുണ്യത്തോട് അങ്ങേയറ്റം ഭക്തി പുലർത്തിയിരുന്ന ആ സ്ത്രീ തനിക്ക് തോന്നുമ്പോഴൊക്കെ ദിവ്യകാരുണ്യ ആരാധന നടത്താനായിരുന്നു തിരുവോസ്തി വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചത്. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിനോടനുബന്ധിച്ച് സഭയിൽ പൊതു ആരാധന ആരംഭിക്കുന്നത് 1264 എന്നാൽ പരിശുദ്ധ കുർബാന വീട്ടിൽ സൂക്ഷിക്കുന്നത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ ആ സ്ത്രീയിൽ കുറ്റബോധം വർദ്ധിക്കുവാൻ തുടങ്ങി. 5 വർഷങ്ങൾ കടന്നുപോയി. 1199 മെയ് മാസം 11 ഹോളി ക്രോസ് കോൺവെന്റ് ചാപ്പലിലെ ഫാദർ ബെർണാഡിനോട് അവൾ ഹൃദയം തുറന്ന് കുമ്പസാരിച്ചു. ആ തിരുവോസ്തി തിരികെ ദേവാലയത്തിലെത്തിക്കാൻ വൈദികൻ ആ സ്ത്രീയോട് ആവശ്യപ്പെട്ടു. അവളത് ആ മെഴുകുപാത്രത്തോടെ തിരികെ ദേവാലയത്തിലെത്തിച്ചു. മെഴുകുപാത്രം തുറന്നപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന തിരുവോസ്തി മാംസമായി കാണപ്പെട്ടു. 2 കഷ്ണങ്ങളായി മുറിഞ്ഞ തിരുവോസ്തി തിരുരക്തം കൊണ്ടുള്ള ഒരു നേരിയ നൂൽ കൊണ്ട് ബന്ധിച്ചിരുന്നു. വൈദികനായ ബെർണാഡ് മാംസകഷ്ണമായി മാറിയ തിരുവോസ്തിയെക്കുറിച്ച് മെത്രാനെ അറിയിച്ചു. താമസിക്കാതെ ആ തിരുവോസ്തി പൊതുവായി ആരാധിക്കപ്പെടുകയുണ്ടായി. തിരുവോസ്തിയുടെ അത്ഭുതങ്ങൾ അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. തുടർന്നു വന്ന ഈസ്റ്റർ ഞായറാഴ്ച പരസ്യ ആരാധനയുടെ സമയത്ത് തിരുവോസ്തിയുടെ വലിപ്പം കൂടുകയും അനേകർ ആ മഹാത്ഭുതത്തിന് സാക്ഷികളാവുകയും ചെയ്തു. ഈസ്റ്റർ ഞായർ മുതൽ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുനാൾ വരെ ഇത് തുടരുകയും ചെയ്തു. തുടർന്ന് സഭാധികാരികളുടെ അനുമതിയോടെ തിരുവോസ്തി അടുത്തുള്ള ഹോളി ക്രോസ് കോൺവെന്റ് ചാപ്പലിൽ മാറ്റി സ്ഥാപിക്കുകയും ഇതൊരിക്കലും മറക്കാനാവാത്ത ഒരു അസാധാരണ സംഭവമെന്ന് തിരുസഭ പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ വർഷവും ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ സ്മരണാർത്ഥം ചാപ്പലിൽ പ്രത്യേക ആരാധന നടത്താറുണ്ട്. 1200 കുലീനനായ റെക്ബർ സംഭാവന ചെയ്ത സമചതുരാകൃതിയിലുള്ള മുൻവശം തുറക്കാനാവുന്ന പേടകത്തിൽ ഈ തിരുവോസ്തി സ്ഥാപിച്ചു. അനേകായിരങ്ങൾ ഇന്നും ഈ തിരുവോസ്തി വണങ്ങി ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴായി ഈ തിരുവോസ്തിയിൽ അനേകം ദിവ്യ ദൃശ്യങ്ങളും കാണപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ തിരുവോസ്തി പ്രത്യക്ഷപ്പെടുകയും അതിൽ തൂവെള്ള വസ്ത്രം ധരിച്ച് പൊൻകിരീടവും അണിഞ്ഞ് പ്രകാശം പരത്തുന്ന ഉണ്ണി ഈശോയെ കാണപ്പെടുകയും ചെയ്തു. മറ്റൊരവസരത്തിൽ തിരുരക്തം ചിന്തുന്ന ക്രൂശിതനായ ഈശോ വിശ്വാസികളെ ആശീർവദിക്കുന്നതായും കാണപ്പെട്ടു.